മറ്റൊരു പ്രശ്നം, ഈ അടുത്ത നാളുകളിൽ പുതിയ ESA കരട് വിജ്ഞാപനം വന്നിട്ടുണ്ട്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് ജൂലൈ 27-ന് കേരളത്തിലെ മലയോര ജനവിഭാഗങ്ങളെ ആകെ ആശങ്കയിലാഴ്ത്തുന്ന പുതിയ കരട് വിജ്ഞാപനം ഇറക്കിയത്. ഇക്കാര്യത്തിൽ LDF സർക്കാർ നേരത്തെ സ്വീകരിച്ച സുവ്യക്തമായ നിലപാടുണ്ട്. ജനവാസ മേഖലകൾ, കൃഷിയിടങ്ങൾ അവയെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് KML രേഖകൾ സഹിതം സംസ്ഥാനം സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് അംഗീകരിക്കാതെ കേന്ദ്ര സർക്കാർ പഴയ വിജ്ഞാപനം വീണ്ടും ഇറക്കിയിരിക്കുകയാണ്. ഇതാണ് ജനങ്ങളിൽ കടുത്ത അരക്ഷിതാവസ്ഥയും ആശങ്കയും സൃഷ്ടിച്ചിട്ടുള്ളത്. കരട് വിജ്ഞാപനത്തിൽ സർക്കാരിൻ്റെ പ്രതികരണമൊന്നും വന്നതായി കണ്ടില്ല. സർക്കാരിൻ്റെ മൗനം യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങളെ ആകെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. LDF സർക്കാർ സ്വീകരിച്ചൊരു നയമുണ്ട്. ഇതിൽ LDF UDF എന്ന വ്യത്യാസമുണ്ടാകേണ്ട കാര്യമില്ല. ഇത് നാടിൻ്റെ പൊതുവായ പ്രശ്നമാണ്. ഈ കാര്യത്തിൽ LDF സർക്കാർ നേരത്തെ സ്വീകരിച്ച നയം ഇപ്പോഴത്തെ UDF സർക്കാർ തുടരില്ലേ എന്ന ആശങ്കയാണ് ഇതുമായി ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളിലുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2024 കരടിന് സമാനമായി 133 വില്ലേജുകളിലായി 9993.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇപ്പോഴും ESA പരിധിയിൽ തന്നെ നിലനിൽക്കുകയാണ്. ESA ബാധകമാകുന്ന വില്ലേജുകളുടെ എണ്ണം 98 കുറക്കാനും ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും ഉൾപ്പെടുന്ന 1300 ചതുരശ്ര കിലോമീറ്റർ ഒഴിവാക്കാനുമായിരുന്നു കേരളം ആവശ്യപ്പെട്ടിരുന്നത്. ഒരു പഴയ സംഭവം ഇവിടെ ഓർക്കുന്നത് നല്ലതാണ്. അത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഘട്ടം. ആ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വലിയ തോതിൽ ആശങ്ക കേരളത്തിലാകെ ഉയർത്തിയതാണ്. അന്ന് ഹരിത MLA-മാർ എന്ന പേരിൽ ഒരു കൂട്ടര് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിച്ചയാളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. ESAയുടെ വ്യാപ്തി ഇനിയും കൂട്ടണം എന്നതായിരുന്നു അന്ന് ഹരിത MLA-മാരുടെ നിലപാട്. അതിനുശേഷം ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രായോഗികമല്ല എന്ന് കണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ കസ്തൂരിരംഗൻ കമ്മിറ്റിയെ നിയോഗിച്ചു. ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ജനവാസ മേഖലകളെ ഒഴിവാക്കാൻ ഒരു ശ്രമമുണ്ടായി. ആ ഘട്ടത്തിൽ അതിനെയും ഇവര്, അതായത് ഹരിത MLA-മാർ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ പല നിലപാടുകളിലും നമ്മുടെ സംസ്ഥാനത്തെ UDF സർക്കാർ മലക്കം മറിയുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ESA വിഷയത്തിൽ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് ഉയർന്നു വരുന്ന ഗൗരവമായ പ്രശ്നം. ഇക്കാര്യത്തിൽ ആകാവുന്നത്ര വേഗതയിൽ വ്യക്തത വരുത്താൻ സർക്കാർ തയ്യാറാകണം. അതിനനുസൃതമായ നടപടികളും ഉണ്ടാകണം. സർക്കാർ ഫലപ്രദമായ ഇടപെടൽ യഥാസമയം നടത്തിയില്ലെങ്കിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ഈ സംസ്ഥാനത്ത് അതിൻ്റെ വില നൽകേണ്ടി വരിക. ഈ ഒരു ഗൗരവത്തോടെ സർക്കാർ ഈ വിഷയത്തെ സമീപിക്കണമെന്നാണ് പറയാനുള്ളത്. മറ്റൊരു പ്രശ്നം ഈ അടുത്ത നാളിൽ തന്നെ വന്നൊരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ തുടക്കം പഴയ മഹാപ്രളയത്തിൻ്റെ ഘട്ടമാണ്. ആ ഘട്ടത്തിൽ നമ്മുടെ നാട് ഒരേ മനസ്സോടെ തോളോട് തോൾ ചേർന്ന് നിന്നാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പക്ഷേ ആ കൂട്ടായ്മയുടെ ഭാഗമാകാൻ UDF തയ്യാറായിരുന്നില്ല. ആ ഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന സ്വീകരിക്കൽ, ആ സന്ദർഭത്തിൽ ആ സംഭാവന നൽകുന്നത് തടസ്സപ്പെടുത്താൻ ഉണ്ടായ ശ്രമം കേരളത്തിൽ ആരും മറന്നിട്ടുണ്ടാവില്ല. മാത്രമല്ല, സർക്കാർ ജീവനക്കാർ CMDRFിലേക്ക് സംഭാവന നൽകാൻ ഇറക്കിയ ഉത്തരവ് പരസ്യമായി കത്തിക്കുന്ന നില സ്വീകരിച്ചു. ഇതായിരുന്നു ആ കാലത്ത് UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം. ആ സന്ദർഭത്തിലാണ് അന്നത്തെ പറവൂർ MLA സ്വന്തം മണ്ഡലത്തിൽ ഒരു പദ്ധതിക്ക് പ്രത്യേകമായി രൂപം നൽകുന്നത്. അതായിരുന്നു പുനർജനി. പറവൂർ മണ്ഡലത്തിൽ സർക്കാർ മറ്റെല്ലായിടവും നടപ്പാക്കുന്നത് പോലെ തന്നെ പ്രാവർത്തികമാക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയോ ജില്ലാ തദ്ദേശ ഭരണ സംവിധാനങ്ങളുടെ സഹകരണവും പങ്കാളിത്തവും ആവശ്യപ്പെടുകയോ ചെയ്തില്ല. ഒരു നിയമാനുസൃത സംവിധാനത്തെയും വിശ്വാസത്തിലെടുക്കാതെയാണ് സ്വകാര്യമായി പുനർജനി പദ്ധതി ആരംഭിച്ചത്. ഇതിനായി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് സമാഹരിച്ചു എന്നതാണ് വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഒട്ടും സുതാര്യതയില്ലാതെ നടത്തിയ ഈ ഫണ്ട് സമാഹരണത്തിൽ പറവൂർ MLA സജീവമായി ഇടപെട്ടു. MLA നേരിട്ടോ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന റവന്യൂ വകുപ്പോ അറിയാതെ അമീർ മുഹമ്മദ് എന്നൊരാൾ നേതൃത്വം നൽകുന്ന മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് പണമിടപാടുകൾ നടത്തിയതായി തെളിഞ്ഞിരിക്കുന്നത്. മണപ്പാട് ഫൗണ്ടേഷൻ നേതൃത്വം നൽകുന്ന പദ്ധതിയെ MLAയുടെ പുനർജനി പദ്ധതി എന്ന പേരിട്ട് വിളിക്കുകയാണ് ചെയ്തത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മണപ്പാട് ഫൗണ്ടേഷൻ അക്കൗണ്ടുകൾ വഴി വൻതുക സമാഹരിച്ചതായാണ് വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്.
ഈ പണം സമാഹരിച്ചു കൊടുത്തത് പറവൂർ MLA ആയിരുന്ന VD സതീശനാണ് എന്ന പരാതിയാണ് ഉയർന്നത്. സമാഹരിച്ച പണം വിനിയോഗിച്ചതിനെക്കുറിച്ചും പരാതിയുണ്ട്. ലണ്ടനിലെ ബക്കിംഗ്ഹാമിൽ VD സതീശൻ ധനസമാഹരണത്തിനായി യോഗം വിളിച്ചുകൂട്ടി. അഭ്യർത്ഥന നടത്തുന്നതിൻ്റെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വന്തം മണ്ഡലത്തിൽ പ്രളയ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് MLA സമാഹരിക്കുന്ന ഫണ്ട് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിൽ എത്തുന്നതും അവർ ചെലവഴിക്കുന്നതിൻ്റെയും അടിസ്ഥാനം എന്ത് എന്ന് വ്യക്തമാവേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിൽ സുതാര്യത ആവശ്യമില്ലെന്ന് VD സതീശൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? പ്രളയ ദുരിതാശ്വാസത്തിന് വിദേശ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്ത കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കേന്ദ്ര നിലപാട് കാരണം നഷ്ടപ്പെട്ട അനുഭവത്തിലൂടെയാണ് കേരളം അന്ന് കടന്നുപോയത്. മാത്രമല്ല, പ്രവാസി മലയാളികളടക്കം വാഗ്ദാനം ചെയ്ത പ്രളയ ദുരിതാശ്വാസ ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർക്ക് വിദേശത്ത് പോകാൻ ആ ഘട്ടത്തിൽ അനുമതി ലഭിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് സ്വകാര്യ സന്ദർശനത്തിനായി ബഹുമാനപ്പെട്ട സതീശൻ ലണ്ടനിൽ പോയത്. പ്രളയ ദുരിതാശ്വാസ ഫണ്ട് സമാഹരിക്കുക എന്ന ഒരു ഉദ്ദേശം യാത്രക്കുള്ളതായി കേന്ദ്ര സർക്കാരിനെയോ സ്പീക്കറെയോ അറിയിച്ചിരുന്നുമില്ല. ഫണ്ട് പിരിവ് എന്ന ലക്ഷ്യം കേന്ദ്ര സർക്കാരിൽ നിന്നും സ്പീക്കറിൽ നിന്നും മറച്ചുവെക്കുകയായിരുന്നുവെന്നാണ് വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമായത്. ലണ്ടനിലേക്ക് സതീശന് ക്ഷണപത്രം കൊടുത്തതും ഫ്ലൈറ്റ് ടിക്കറ്റ് ഏർപ്പെടുത്തിയതും താമസ സൗകര്യം ഏർപ്പാടാക്കിയതും അമീർ അഹമ്മദ് ആണെന്ന് വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. വിദേശത്ത് സ്വകാര്യ സന്ദർശനത്തിനിടയിൽ MLA പ്രളയത്തിൻ്റെ പേരിൽ ഫണ്ട് പിരിച്ചത് സംശയാസ്പദമായി തുടരുകയാണ്. ഇതെല്ലാം വസ്തുതാപരമാണെന്ന് വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. FCRA ലംഘനമുണ്ടെന്നും വിജിലൻസ് അഭിപ്രായപ്പെട്ടു. പ്രഥമദൃഷ്ട്യാ ഗുരുതരമായ ആരോപണങ്ങളും കുറ്റങ്ങളും നിലനിൽക്കുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട് വിജിലൻസ് 2025 സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയ വൈരനിര്യാതനത്തിനൊന്നും തയ്യാറായിരുന്നില്ല. രാഷ്ട്രീയ ഉദ്ദേശമാണ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിടാമായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തത വരുത്തി തീരുമാനമെടുക്കാം എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇത് ഗുരുതരമായൊരു കേസാണ്. അങ്ങനെയുള്ളൊരു കേസ് നിസ്സാരമായി തേച്ചുമായ്ച്ച് കളയാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ കേസ് അദ്ദേഹത്തിന് കീഴിലുള്ള ആഭ്യന്തരമന്ത്രി തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കേസ് അവസാനിക്കുന്നതിന് മുൻപ് പരാതിക്കാരന് ഒരു നോട്ടീസെങ്കിലും കൊടുത്തോ? മന്ത്രിസഭ തീരുമാനമുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് കേസ് അവസാനിപ്പിച്ചത്?
മണപ്പാട്ട് ഫൗണ്ടേഷന് ഫണ്ട് സ്വരൂപിക്കലാണോ MLA-യുടെ ഔദ്യോഗിക ചുമതല? എന്തുകൊണ്ട് സർക്കാർ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾക്ക് അസ്പൃശ്യത കൽപ്പിച്ചു? സുതാര്യമല്ലാതെ ഫണ്ട് കൈകാര്യം ചെയ്ത് ഗൗരവമല്ലേ? നിയമപരമായും ധാർമ്മികമായും ഇത് വിശദീകരിക്കാനുള്ള ബാധ്യതയില്ലേ? കേസ് പിൻവലിക്കുന്നതിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ താൽപ്പര്യം വ്യക്തമാണല്ലോ. ആഭ്യന്തരമന്ത്രിയാണ് കേസ് പിൻവലിക്കുന്നതുമായി മാധ്യമങ്ങളെ കണ്ടത്. ഒരു കാര്യമേ പറയാനുള്ളൂ, അടിയന്തരമായി ഈ തീരുമാനം പുനഃപരിശോധിക്കണം. നീതിന്യായ സംവിധാനങ്ങളുടെ പരിഗണനക്കാണ് ഇത്തരം കാര്യങ്ങൾ വിടേണ്ടത്. അവരാണ് കുറ്റാരോപിതരെ കുറ്റവിമുക്തമാക്കേണ്ടത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വ്യക്തിപരമായി തീരുമാനിക്കേണ്ട ഒന്നല്ല ഇത്. കേസ് അവസാനിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്തുകയാണ് വേണ്ടത്.